സർക്കാർ റിബേറ്റ് ഇനത്തിലെ കുടിശ്ശിക നൽകാത്തത് മൂലം വടക്കൻ കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കൈത്തറി മേഖല പ്രതിസന്ധിയിൽ. നെയ്ത്ത് സഹകരണ സംഘങ്ങൾക്ക് 1 കോടിയിലേറെ രൂപയാണ് റിബേറ്റ് ഇനത്തിൽ കുടിശ്ശികയായി സർക്കാർ നൽകാനുള്ളത്. വേണ്ടത്ര മൂലധനമില്ലാത്തതും സംഘങ്ങളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിൽ എത്തിച്ചു. കാസർഗോഡ് ജില്ലയിലെ 8 നെയ്ത്ത് സഹകരണ സംഘങ്ങൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച റിബേറ്റ് തുക ഇനത്തിൽ കുടിശ്ശികയായി ലഭിക്കാനുള്ളത് 1 കോടിയിൽ പരം രൂപയാണ്. ഇതോടെ ഈ മേഖലയെ ആശ്രയിക്കുന്ന 400ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. പ്രവർത്തന മൂലധനം ഇല്ലാത്തതിനാൽ പല സംഘങ്ങളും ഏത് നിമിഷവും നിലയ്ക്കുമെന്ന അവസ്ഥയിലാണ്. സാമ്പത്തിക മൂലധനം സംഘങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഇല്ല. അതിനുള്ള പ്രധാന കാരണം കാലാകാലങ്ങളിലെ റിബേറ്റ് കുടിശ്ശിക സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 1 കോടിയോളം രൂപയാണ് കാസർഗോഡ് ജില്ലക്കായി ഈ റിബേറ്റ് ഇനത്തിൽ കിട്ടാനുള്ളത്. ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ ആഘോഷവേളകളിലാണ് സർക്കാർ റിബേറ്റ് പ്രഖ്യാപിക്കുന്നത്. റിബേറ്റ് സമയത്താണ് കൂടുതൽ വിൽപ്പന നടക്കുക. എന്നാൽ ഈ റിബേറ്റ് കുടിശ്ശിക സംഘങ്ങൾക്ക് നൽകുന്നതിൽ സർക്കാർ നിസ്സംഗത പുലർത്തുകയാണ്. കേന്ദ്ര സർക്കാർ കൈത്തറിക്ക് നൽകി വന്നിരുന്ന റിബേറ്റ് നിർത്തലാക്കിയതും മേഖലയ്ക്ക് തിരിച്ചടിയായി. അതിജീവനത്തിന്റെ വഴിതേടുന്ന നെയ്ത്ത് സംഘങ്ങൾക്ക് സർക്കാരിന്റെ കൈത്താങ്ങ് കൂടിയേ തീരൂ. അല്ലെങ്കിൽ ഒരു പരമ്പരാഗത തൊഴിൽ മേഖലയായിരിക്കും എന്നേക്കുമായി ഇല്ലാതാവുക. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.